ഹായ് മച്ചന്മാരെ, ഞാനിപ്പോൾ നിൽക്കുന്ന കല്ലൂർ ഗവൺമെൻറ് UP സ്കൂൾ പോത്തങ്കോട്. കല്ലൂർ പ്രവേശന ഉത്സവത്തിൻ്റെ ഭാഗമായി വർണ്ണക്കൂടാരം, കുട്ടികളുടെ കളിസ്ഥലം, കിംസ് ഹോസ്പിറ്റലിൽ ചേർന്നിട്ട് വെച്ച ബിൽഡിങ്. എന്തെങ്കിലും പറയണേ? ഈ സ്കൂളിന് വേണ്ടി അഹോരാത്രം കഷ്ടപ്പെട്ട ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറുണ്ട്. ഞാൻ പഞ്ചായത്ത് മെമ്പറിൻ്റെ 2 വാക്ക് സംസാരിക്കാനായിട്ട്. ഈ സ്കൂളിനെ പറ്റി പോത്തങ്കോട് പഞ്ചായത്തിൽ 10 ലക്ഷം രൂപ മുടക്കിയാണ് നമ്മൾ ഈ വർണ്ണക്കൂടാരം എന്ന ഈ ഒരു പദ്ധതി ഈ സ്കൂളിലേക്ക് ഇവിടെ കൊണ്ടുവന്നത്. പക്ഷേ ഈ 3-ാം തീയതി കുട്ടികൾ ഇവിടെ വരുമ്പോൾ നല്ല രീതിയിൽ ഈ സ്കൂളിൽ പഠിക്കണം, അല്ലെങ്കിൽ പഠിപ്പിക്കണം, കളിച്ചുല്ലസിച്ച് പഠിക്കണമെന്ന നല്ലൊരു ഉദ്ദേശത്തോടു കൂടിയാണ് സർക്കാർ നമുക്ക് ഈ ഫണ്ട് എല്ലാ സ്കൂളുകളിലും കൊടുക്കും പോലെ നമ്മുടെ സ്കൂളിൽ ഈ ഫണ്ട് കിട്ടിയായിരുന്നു. പോത്തങ്കോട് പഞ്ചായത്തിൽ ആദ്യമായിട്ടാണ് നമ്മുടെ സ്കൂളിൽ നമ്മുടെ കല്ലൂർ സ്കൂൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. എന്തായാലും 3-ാം തീയതിയോടുകൂടി ഈ വരുന്ന 3-ാം തീയതിയുടെ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി അഹോരാത്രം പണിയെടുക്കുകയാണ് ഇവിടെ ഈ പണി ചെയ്യുന്നത്. ഒട്ടനവധി വികസനങ്ങളാണ് ഈ സ്കൂളിന് വേണ്ടി നമുക്ക് ചെയ്യാൻ സാധിച്ചത് എന്ന ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്ന രീതിയിൽ എനിക്കൊരു അഭിമാനമുണ്ട്. നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം കിംസ് ഏകദേശം ഒരു 50 ലക്ഷത്തോളം രൂപ പല ഘട്ടങ്ങളിലായി ചെലവഴിക്കാമെന്ന ആ ഒരു ഉറപ്പോടു കൂടി 1-ാം ഘട്ടം കഴിഞ്ഞു. സ്കോട്ട്ലാൻഡിൽ നിന്ന് വരെ ടീച്ചേഴ്സിനെ കൊണ്ടുവന്ന് സ്പോക്കൺ ഇംഗ്ലീഷ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ പഠന വിധേയമാക്കിയിട്ടുണ്ട്. അത് ഈ വർഷവും കിംസ് ഈ സ്കൂളിന് വേണ്ടി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം, കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാമെന്ന് ഏറ്റിട്ടുണ്ട്. അപ്പം അതിന് നമുക്ക് നന്ദി പറയേണ്ടത് കിംസിൻ്റെ ചെയർമാനും മാനേജിങ് ഡയറക്ടറുമായ സൗദുള്ള സാറിനും അദ്ദേഹത്തിൻ്റെ മരുമകൾ ലക്ഷ്മി മാഡത്തിനുമാണ്. എന്തായാലും ഇനിയും ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ ചെയ്യണം. നമ്മുടെ സ്കൂളിൻ്റെ പഴയ ബിൽഡിംഗ് മാറ്റി പുതിയ ബിൽഡിംഗ് ആക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. അതിന് മന്ത്രിയിൽ നിന്ന് ഉറപ്പ് ഈ വർഷം നമുക്ക് കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷവും നമുക്ക് തരാമെന്ന് പറഞ്ഞു, പക്ഷേ ബഡ്ജറ്റിൻ്റെ എന്തോ ഒരു അഭാവം മൂലം കിട്ടിയില്ല ഫണ്ടിനോടുള്ള. എന്തായാലും ഈ വർഷം നമുക്ക് ആ ഫണ്ട് കിട്ടുമെന്നാണ് നമ്മൾ പരിപൂർണമായി വിശ്വസിക്കുന്നത്. അതും കൂടെ വന്നു കഴിഞ്ഞാൽ സ്കൂളിൽ ഒട്ടനവധി കുട്ടികൾക്ക് പഠിക്കുവാനുള്ള ഒരു പ്രാപ്തി നിലവാരം ഈ സ്കൂളിൽ കിട്ടുമെന്നുള്ളത് നമുക്ക് സന്തോഷിക്കാം. അതുപോലെ പഠന നിലവാരത്തിൽ ടീച്ചേഴ്സിനെയൊക്കെ സംബന്ധിച്ച് വളരെ നല്ല മെച്ചപ്പെട്ട രീതിയിലാണ് ഈ സ്കൂളിൽ പഠന നിലവാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്തായാലും മറ്റ് നാട്ടുകാരുടെയും പിന്തുണ ഈ സ്കൂളിന് ഉണ്ട് എന്നത് പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിൽ നമുക്ക് ഏറെ അഭിമാനം തോന്നുന്നു. എന്നോടൊപ്പം സപ്പോർട്ട് ചെയ്ത് പല കാര്യങ്ങളിലും വികസന പ്രവർത്തനം കൊണ്ടുവരാൻ വേണ്ടി സഹായിക്കുന്ന ഈ നാട്ടിലെ മറ്റ് നാട്ടുകാർ, അതുപോലെ PT അംഗങ്ങളുമാണ്. എന്തായാലും അതിൽ ഒരു അഭിമാനം നമുക്ക് എല്ലാവർക്കും. നന്ദി. ഓക്കെ, എൻ്റെ ചാനലിൽ സഹകരിച്ചത് നന്ദിയുണ്ട്. ഓക്കെ മച്ചന്മാരെ, ഓക്കെ, ബൈ ബൈ.